വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. വിഷ്ണുമായ ചാത്തൻ സ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് അനുഗ്രഹങ്ങൾ അദ്ദേഹം നിങ്ങൾക്ക് വാരിക്കോരി തരട്ടെ. എല്ലാ ഭക്തരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഒരു വർഷത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പുതിയൊരു വർഷത്തെ സ്വീകരിക്കാനായി നമ്മൾ നോക്കി നിൽക്കുകയാണ്. പലതിനെ നമ്മൾ ത്വജിക്കുന്നു, നല്ലതിനെ പലതിനെയും കൂടെ കൂട്ടുന്നു. ആ നല്ലത് ഏതെന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മൾ പലതും കണ്ട് പരിചയിച്ച് നമുക്ക് വേണമെന്ന് ചിന്തിച്ചിരുന്ന പലതിനെയും നമ്മൾ ത്വജിച്ചിട്ടുണ്ടാവും. പക്ഷേ അവയെല്ലാം നമ്മളെ കൂടെ കൂട്ടേണ്ടതായിരുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മൾ വന്നു കഴിയുമ്പോൾ അതിന് ഒരു വിചിന്തനം നടത്തി നമ്മളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകുന്നു. ഇന്നലെ വരെ എന്തൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ വന്നിട്ടുണ്ടോ കർമ്മഫലമാണ് എന്നാണ് ആചാര്യമതം. ആ കർമ്മഫലങ്ങൾ, ആ മോശം കർമ്മങ്ങൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല എന്ന് ഭഗവാന്റെ തൃപ്പാദത്തിൻ്റെ മുമ്പിൽ എല്ലാവിധ ദുഷ്ചിന്തകളും ദുഷ്നടപടികളും ദുർനടപ്പുകളും എല്ലാ കാര്യങ്ങളും, എല്ലാ അത്യാർത്ഥികളും, എല്ലാ കാമനകളും ഭഗവാന്റെ തൃപ്പാദത്തിങ്കൽ സമർപ്പിച്ച് ഞാൻ പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി, പുതിയ ഒരു ശീലത്തോടുകൂടി, പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കുവാനായി ഭഗവാൻ അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ ഭഗവാനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ തെളിമയാർന്ന എൻ്റെ മനസ്സ് അങ്ങയുടെ മുൻപിൽ ഞാൻ പ്രതിഷ്ഠിക്കുന്നു. ആ തെളിമ എന്നെന്നും മാറ്റുകൂട്ടിത്തരുവാനായി ഞാൻ അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിൽ ഓരോ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ ഭക്തരുടെയും പ്രാർത്ഥന ഇതായിരിക്കണം. ഇന്നലെ വരെ ഞാൻ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്കെല്ലാത്തിനും പ്രായശ്ചിത്തം തന്ന് അങ്ങ് നല്ലത് മാത്രം മനസ്സിൽ തോന്നിച്ച് നല്ല നടപ്പിന് വേണ്ടി എന്നെ തയ്യാറാക്കി തന്നിടണമേ ഭഗവാനെ, അതിനുവേണ്ടി എൻ്റെ കൂടെ ഉണ്ടാവണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക. വിഷ്ണുമായ ചാത്തൻ സ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.